ഞാൻ ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റാ. വാതിലടച്ചോ. അപ്പോൾ ചേട്ടൻ കാറ് തിരിച്ചിടാട്ടാ. നമ്മൾ കാറിലല്ലേ പോണത്. നമ്മൾ ബൈക്കിൽ മഴയില്ലല്ലോ. കാറിൽ പെട്രോൾ അടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം വേണം ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ വരെയല്ലേ പോണുള്ളൂ. അതാണ് ഭേദം അല്ലേ. വേറെ വലിയ ചെടിയൊന്നും മേടിക്കില്ലല്ലോ. അപ്പൊ നമ്മള് ബൈക്കിലാണ് പോണത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ എല്ലാവർക്കും മനസ്സിലായി കാണല്ലോ നമ്മൾ എവിടെയൊക്കെയാ പോണെന്ന്. നമ്മളിന്ന് മണ്ണുത്തിയിലേക്ക് പോവാം. കൃഷിക്കാരന് കുറച്ച് പച്ചക്കറി കൃഷിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ബൈക്കിൽ പോവാന്ന് വിചാരിച്ചു. മഴയില്ലല്ലോ, വെയിലല്ലേ. പോയിട്ട് വരാം. കുഞ്ഞാരിമാമ അവിടെ വീട്ടിലുണ്ട്. ചെടിയൊന്നല്ല, വെണ്ട, വഴുതിനി മേടിക്കില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ചൊവ്വയില്ല. തക്കാളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പോയിട്ട് വരാം. എന്നാല് നീ ഫുഡൊക്കെ എടുത്ത് കഴിച്ചോട്ടാ. ടാറ്റാ. അങ്ങനെ നമ്മൾ മണ്ണുത്തി റോട്ടിലേക്ക് കയറാട്ടോ. മറ്റേ സേലമൊക്കെ പോണ വഴി തന്നെയാണ് നമ്മളെ മണ്ണുത്തിയിലേക്ക് പോണേ. നമ്മൾ കാർഷിക സർവകലാശാലയിലേക്ക് പോണേ. സർവകലാശാലയിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മണ്ണുത്തി പോകണമെന്നല്ലേ നിങ്ങളോട് പറഞ്ഞോളൂ. നമ്മളപ്പോൾ കാർഷിക സർവകലാശാലയിലേക്കാണ് പോണത്. അപ്പോൾ നോക്കിയേ, നമ്മൾ തൃശ്ശൂർ സിറ്റി അങ്ങോട്ട് ഫ്ലൈ ഓവറിൽ കയറുന്നില്ല. അവിടെ നിന്ന് നമ്മൾ അടിപ്പാത വഴിയായിട്ടാണ് പോണത്. അതുമാത്രമല്ല, ഇവിടെ മണ്ണുത്തി എത്തിയപ്പോൾ നോക്കി ഒരുപാട് നഴ്സറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മേടിച്ചുകൊണ്ടെന്ന് തോന്നും. എനിക്കെന്തോ അതുപോലെയായിട്ടോ തോന്നിയത്. ഇതൊക്കെ ഓരോരുത്തരും നടത്തുന്നത് കേട്ടോ. നമ്മളിപ്പോൾ പോണത് ഗവൺമെൻറ്റിൻ്റെ ഇതിലേക്കാണ് പോണത്. അവിടെ അവർ തന്നെ വികസിപ്പിച്ചെടുത്ത ചെടികൾ, അതുപോലെ തന്നെ തൈകൾ, അതൊക്കെ ആയിട്ടാണ് മേടിക്കാൻ പോണത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ അവിടുത്തെ മേൽപ്പാലം പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അടിഭാഗത്ത് ഇങ്ങനെ കടമുറികളൊക്കെ പണിത് വാടകയ്ക്ക് കൊടുക്കാച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഡർ കിട്ടും. അതൊരു നല്ലൊരു ഐഡിയ അല്ലേ. എനിക്ക് തോന്നുന്നൊരു ഐഡിയ ആണ് കേട്ടോ. ഗവൺമെൻറ്റിന് അത് തോന്നിക്കൂടായിരുന്നില്ല, ചിലപ്പോൾ തോന്നിയായിരിക്കും. അങ്ങനെ കേട്ടോ. നമ്മൾ പോണ വഴി മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കോട്ടും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. അവസാനം നമ്മൾ വെറ്റിനറി കോളേജിൻ്റെ അവിടെ കൂടെയാണ് പോണത്. നമ്മളെ ചക്കീനെ കൊണ്ടുവന്നത് ഇങ്ങടാട്ടാ. അപ്പോൾ അബേട്ടനോട് ഞാൻ പറയായിരുന്നു, നമ്മളെ ചക്കീനെ നമ്മളന്ന് കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കാർഷിക സർവകലാശാല. അപ്പോൾ കാണാൻ നല്ല രസമാട്ടാ. ഇതേ അബിയേട്ടൻ്റെ ബസ്, കമ്പനി ബസ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ മറ്റേ എന്താ പറയുക, പുല്ല് വെട്ടാനും പിന്നെ നെല്ല് ഇടാനും എന്നുവെച്ചാൽ ഇപ്പോഴത്തെ തലമുറയിൽ ചെയ്യാത്ത കുറേ പരിപാടികളാണ് അവർ ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ കോഴ്സ് പഠിക്കുന്ന കാരണം കേട്ടോ. അവരത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നിട്ടല്ലേ അതിലേക്ക് പഠിക്കാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളവിടെ എത്തിയിട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുനിന്നാണ് മേടിക്കാറ്. പക്ഷേ അബിയേട്ടൻ പറഞ്ഞു ഇവിടെ ഉണ്ട്, ഇവിടെ ഇവർ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതൊക്കെയാണ്. അങ്ങനെ അബിയേട്ടൻ അങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഒക്കെ കറങ്ങി നടന്നു. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഒരുപാട് പൂന്തോട്ടവും പച്ചക്കറിയും എന്താ പറയേണ്ടത്. നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാതും അവിടുന്ന് മേടിച്ച് കൊണ്ടുവരാൻ തോന്നും. പൈസ ഉണ്ടായാൽ മാത്രം മതി വെക്കാനുള്ളൊരു മനസ്സും കേട്ടോ. അതാണ് ഏറ്റവും. പൈസ ഉണ്ടായാലും നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സ് വേണം കേട്ടോ. ഇവിടെ അബിയേട്ടന് പിന്നെ അങ്ങനെയുള്ള കാരണം ഞാൻ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. നല്ലതല്ലേ അതൊക്കെ. അങ്ങനെ അബിയേട്ടൻ കുറേ ആ ചേച്ചിനോട് ചോദിക്കുന്നുണ്ട്, അത് വേണം ഇത് വേണം അങ്ങനെ. പക്ഷേ നമുക്ക് കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടിയില്ല. അത് കാരണം നമ്മൾ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ,
റോഡിൻ്റെ അപ്പുറത്ത്. നമ്മളപ്പോൾ അങ്ങോട്ട് പോയിട്ട് മറ്റേ കുരുമുളക്, അഭിയേട്ടന് ഇഷ്ടം മറ്റേ കുറ്റിക്കുരുമുളകും പിന്നെ വേറെ എന്തോ പേരൊക്കെ പറഞ്ഞു. പക്ഷേ അത് നമുക്ക് അവിടെ കിട്ടിയില്ല. അതിന് പകരം നമുക്ക് വേറെ കുരുമുളകും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ മഴക്കാലമല്ലേ, വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അഭിയേട്ടൻ കുറച്ച് ഒരു 4 എണ്ണം എടുത്തുള്ളൂ. നമ്മൾ ബാക്കി വീടിൻ്റെ ബാക്കിൽ കുത്തിയിട്ടിട്ടുണ്ട്. എന്നാലും നോക്കിയേ ഒരു 4 എണ്ണം ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുമാത്രമല്ല കേട്ടോ, ഔഷധ ചെടികൾ അപ്പുറത്ത് അതിനൊരു പ്രത്യേക ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. പിന്നെ മാവ്, പ്ലാവ് ഇങ്ങോട്ട് വന്നവർക്ക് എന്തായാലും അറിയാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ പുറമേ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും പൈസ കുറവായിരിക്കും ഇവിടെ സബ്സിഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ് അംഗീകൃതമല്ലേ ഇത്, അപ്പോൾ അതിൻ്റേതായതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബില്ല് വന്നിട്ടുണ്ട്. ഒരു കുരുമുളക് തൈന് 25 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 4 മേടിച്ചുള്ളൂ. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും നമ്മുടെ മറ്റേ പഴയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ നോക്കി എന്തോരം മീൻ പറഞ്ഞറിയാൻ പറ്റില്ല. നമുക്ക് എന്താ പറയുക, ഒരുപാട് റീൽസ് എടുക്കാനും ഷോർട്സ് എടുക്കാനും പറ്റിയൊരു ക്ലൈമറ്റാണ്. ആരും ഒന്നും പറയില്ല വീഡിയോസ് എടുക്കണേനാ ഒന്നും. അവിടുത്തെ ചേച്ചിമാരൊക്കെ ഒരു കുഴപ്പമില്ല, ചേച്ചിമാരായാലും ചേട്ടന്മാരായാലും ഒരു കുഴപ്പമില്ല. അവരൊക്കെ ഫുൾ സപ്പോർട്ട് പോലെയായിട്ടാണ് നിന്ന് നടന്നത്. എടുത്തോ, ചിലയിടത്ത് നമ്മളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ കാട്ടിക്കൂട്ടലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എനിക്ക് എന്തായാലും ആ പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ, അത്രയും പോകുന്ന അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ കാരണം കുറേ വീഡിയോസും റീൽസും എന്തൊക്കെ വേണ്ടതെന്ന് എനിക്ക് തന്നെ ഒരു ഓർമ്മയുണ്ടായില്ല. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിയേ, ആ വയലറ്റ് ചെടിയില്ലേ, നമ്മൾ പുറത്ത് ഇങ്ങോട്ട് എത്തുമ്പോൾ കറക്റ്റ് വയലറ്റ്, പക്ഷെ നമ്മൾ ആ പച്ചലരെ ഉള്ളിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ കണ്ട വേറൊരു റോസ് ഷെയ്ഡ് പോലെ വരുന്നത്. അതെന്തായാലും എനിക്ക് എന്താ പോലെ തോന്നിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യസ്തത, ഒരു മാജിക് എന്നൊക്കെ പറയില്ലേ, എനിക്ക് അതുപോലെ തോന്നി. ഒന്നുമില്ല, നമ്മൾ പച്ചപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ആ ഒരു വ്യത്യാസം. ഞങ്ങൾക്ക് കുറച്ച് കിട്ടി, ഞങ്ങൾ വിചാരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് കേട്ടോ നമ്മുടെ കാർഷിക സർവകലാശാലയിലെ ഒരുപാട് കേട്ടോ. അവിടെയൊക്കെ നടന്ന് കാണാൻ കുറേ ഉണ്ട്. ഞങ്ങൾക്ക് സമയം ലിമിറ്റഡ് ആയ കാരണം ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോവാ. അപ്പോൾ വേറൊരു ദിവസം ഇതിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് വരാം. ബൈ ബൈ, ടാറ്റാ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ചെണ്ടുമല്ലിയും വെണ്ടയും തക്കാളിയും പച്ചമുളകിൻ്റെതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഇതിൻ്റെ പേര് എന്തിട്ടാ, എന്തോ ജഡ, ആ ചേച്ചി എന്തോ പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇത്തിരി മറിവുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും അതുപോലെ ജഡ പോലെ ഉണ്ട് കേട്ടോ, ലക്ഷ്മി ജഡ. ലക്ഷ്മി ജഡയിന് ദേ അഭിയേട്ട അവിടെ ബില്ലടിക്കാതിരിക്കുന്നുണ്ട്. അഭിയേട്ട അവിടെ നിന്ന് വേറെ പച്ചക്കറിയുടെ ഇതൊക്കെ മേടിച്ചു കേട്ടോ, തക്കാളിയുടെ കുരുകൾ. ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി. പൈസയും കുറവാണ്, നല്ല നല്ല തൈകളും കിട്ടുകയും ചെയ്യും കേട്ടോ.